ഹലോ ഗൈസ്, JPG വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ബ്ലൂ കളറായിരുന്നു. ഇതിൻ്റെ ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് ഓൾറെഡി ഓപ്പൺഡ് ആയിരുന്നു. ഒരു സെക്യൂരിറ്റി സീൽ എൻ്റെ കൂടെ വരുന്നുണ്ട്. ബോക്സ് ആണെങ്കിൽ മിനിമലാണ്, അധികം പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാത്ത രീതിയിൽ. ഇതിൻ്റെ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 26,000 ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷെ ഞാൻ സെയിലിനാണ് വാങ്ങിച്ചത്. 24,000 ആണ് ആയത്. 8+128 GB സ്റ്റോറേജ് ഉള്ള വേർഷനുണ്ട്. പിന്നെ ഉള്ളത് 256 GB മെമ്മറി ഉള്ളതും ഉണ്ട്. ഞാൻ 8+128 ആണ് ഓർഡർ ചെയ്തത്. എൻ്റെ ബോക്സിൽ എൻ്റെ നത്തിങ് ഫോൺ 2A ഒരു ഡിസൈൻ അത് കാണാൻ സാധിക്കും. ഇതൊരു പേപ്പർ ബാക്കാണ്. ഇതിൽ വരുന്നത് ഡിമെൻസിറ്റി 7200 ഒക്ട പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന പോക്കോ X6 വെച്ച് നോക്കുമ്പോൾ കുറച്ച് പവർ കുറവാണ്. AnTuTu സ്കോർസ് ഒക്കെ കുറവാണ്. 7 lakhs ആണ് എൻ്റെ AnTuTu സ്കോർ കാണിക്കുന്നത്. ഇതിലൊരു USB Type-C to Type-C കേബിൾ വരുന്നുണ്ട്. എൻ്റെ നത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത്. ബോക്സ് ആണെങ്കിൽ നല്ല രസമുണ്ട്. ചെറിയൊരു സേഫ്റ്റി മാനുവൽ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി ഇൻഫോർമേഷൻസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പേപ്പർ ബോക്സ് പഴയ പോലെ ഒന്നുമില്ല, പഴയ ഫോൺസൊക്കെ പോലെ. അതിൻ്റെ അകത്ത് ചാർജറില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് CMFൻ്റെ വാങ്ങിക്കേണ്ടി വരും. ഒരു സിം ഇജക്ടർ ടൂളുണ്ട്, അതാണെങ്കിൽ നല്ല രസമുണ്ട്. ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഡിസൈൻ, പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ചാർജറും കേസും ഇല്ല. അതാണ് ഇതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അത് 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നു. ഞാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു അത് കീറാനായിട്ട്. പക്ഷേ ആക്ച്വലി എളുപ്പമായിരുന്നു. ആ ആരോസ് അനുസരിച്ച് അത് ഇളക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു 6.7 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനാണ് വരുന്നത്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്നത് Realme 6 Pro ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു നല്ലൊരു അപ്ഗ്രേഡ് ആയിരുന്നു. ഇതിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു വോളിയം റോക്കേഴ്സ് ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. നത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ്, ഒരു ഗ്ലിഫ് ലൈറ്റിങ് നമുക്ക് കാണാൻ പറ്റും. 3 ലൈറ്റ്സ് ആണ് വരുന്നത്. സൈഡിലായിട്ട് 2 വോളിയം റോക്കേഴ്സ് ലോ ആൻഡ് ഹൈയുടെ ഉണ്ട്. പിന്നെ ഒരു മൈക്കിൻ്റെ കൊടുത്തേക്കുന്നു. പിന്നെ ഒരു പവർ ബട്ടൺ റൈറ്റ് സൈഡിലായിട്ട്. നല്ല ടാക്ടൈലാണ്. പിന്നെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. പിന്നെ ഒരു USB Type-C കൊടുക്കാനായിട്ടും. പിന്നെ ഒരു സിം ട്രേ കൊടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ 2 സിംസിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. SD കാർഡ് ഇടാൻ പറ്റില്ല. നമ്മളൊന്ന് ബൂട്ട് ചെയ്യാണ്. നത്തിങ്ങിൻ്റെ ഒരു ബ്രാൻഡിങ് ഒക്കെ ആയിട്ടാണ്. ഒരു പ്രത്യേക ഒരു UI ഡിസൈനാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇതിൻ്റെ ഒരു UI ആണ്. നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു ആൻഡ്രോയിഡ് ഫോൺ പോലെ തോന്നത്തേയില്ല. ഇൻ ഹാൻഡ് ഫീൽ ഒരു ഐഫോൺ പോലെ എൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഫീൽ ചെയ്യും. ഒരു 190 grams ആണ് എൻ്റെ വെയിറ്റ് എന്നത്. എൻ്റെ UI ആണ് മെയിൻ ആസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇൻ സ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേ ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറുണ്ട്. ഇത് 45 വാട്ടിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ചാർജർ വാങ്ങിയിട്ടില്ല. 65 വാട്ടിൻ്റെ CMFൻ്റെ ചാർജർ. അതിന് പകരം ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന റിയൽമിയുടെ ചാർജർ വെച്ചൊന്ന് ചാർജ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് റീബൂട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫോൺ തിരിച്ചു വെക്കുമ്പോഴത്തേന് ഗ്ലിഫ് മോഡിലോട്ട് ആക്ടിവേറ്റ് ആകും. അപ്പോൾ അത് ഫോൺ സൈലൻ്റ് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഗെയിമൊക്കെ കളിച്ച് നോക്കുന്നതാണ്. ഇത് ഇന്ന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫുൾ യൂസർ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ആസ് ഓഫ് നൗ ഫോൺ നല്ല അടിപൊളിയാണ്. കണ്ടില്ലേ, എൻ്റെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, മെറ്റീരിയലിസ്റ്റിക് ഡിസൈനാണ്. ജസ്റ്റ് കുറച്ച് ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറച്ച് ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി. ആസ് ഓഫ് നൗ കളിക്കാനൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്താണ്. ഡൗൺലോഡിംഗ് ഒക്കെ പക്കയാണ്. പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ആണെങ്കിലും വേഗം ഇൻസ്റ്റാളൊക്കെ ആവുന്നുണ്ട്. ഫോണിനെ കുറിച്ച് കുറ്റമായിട്ട് ആസ് ഓഫ് നൗ ഒന്നും പറയാനില്ല. ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. ക്യാമറ അപ്ഡേറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഈ ലോക്ക് സ്ക്രീൻ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്ന രീതിയിൽ. പിന്നെ ഇതിൻ്റെ ഡിസൈനാണ് നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ബ്ലൂ കളറാണ്. സാധാരണ വൈറ്റും ബ്ലാക്കും വരുന്നത് ഒരു ലിമിറ്റഡ് എഡിഷനാണ്.
ഇതാണ് ഫോൺ അൺലോക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു ഇൻ്റർഫേസ്. ഇങ്ങനെയാണ് നമുക്ക് ഫോൺ കിട്ടുന്നത്. അതിന് മുമ്പത്തെ ഞാൻ ഇച്ചിരി ആപ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമുള്ളതായിരുന്നു. ഫുള്ളി ക്ലീൻ ആണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, എക്സ്പീരിയൻസ് ആണ്. നത്തിങ്ങിൻ്റെ ഒരു 1-2 ആപ്സ് ഉണ്ട്, അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വേറെ ഒരു ആപ്സും ഇല്ല. ചെറിയൊരു ഹീറ്റിങ് നമുക്ക് തോന്നും, അത് വലിയ ഹീറ്റിംഗ് എന്ന് പറയാനും പറ്റത്തില്ല ഗെയിമൊക്കെ കളിക്കുമ്പോൾ. പക്ഷേ ആസ് ഓഫ് നോ പ്രോബ്ലംസ്. ഞാനത് എക്സ്റ്റെൻസീവായിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം, ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. ഇതിൻ്റെ കൂടെ കേസൊന്നും കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ കേസ് വാങ്ങിച്ചിടണം. ഇനി ഇപ്പം ഞാനിത് കാര്യമായിട്ടൊന്ന് യൂസ് ചെയ്തിട്ട് എൻ്റെ ബാറ്ററി കാര്യങ്ങളും എൻ്റെ പെർഫോമൻസൊക്കെ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. അപ്പോഴത്തേക്കും ടാറ്റ, ഗുഡ് ബൈ.